തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് RBI കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായി നിക്ഷേപകർ. കോൺഗ്രസ് ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് RBI നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമാണ് ബാങ്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിക്ഷേപകർക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി നിരവധി നിക്ഷേപകർ ബാങ്കിലെത്തി പ്രതിഷേധിച്ചു. പലരും കടക്കണിയിലാണെന്ന് നിക്ഷേപകർ പറയുന്നു. ഞങ്ങൾക്ക് 10 പൈസ ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിലാണ് ജീവിച്ചെടുക്കുന്നത്. ഇവര് 3 മാസം 4 മാസം 6 മാസം വരെ കാശ് ഇന്ന് വരെ കാശ് കിട്ടിയിട്ടില്ല. നമ്മളൊന്നും സാധാരണക്കാരന് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിന് മനസ്സിലായ ഈ 30 രൂപ 35 രൂപ 40 രൂപയ്ക്ക് ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന കാശും പോലും നമ്മൾ ചെലവ് വെച്ച് മിച്ചം നമ്മൾ കൊണ്ടിട്ടുക മനസ്സിലായി. അത് ഒരു പല ഡേറ്റുകളും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് പോകുന്നത്. ഞങ്ങൾക്ക് മരുന്ന് മേടിക്കും, ഞങ്ങൾക്ക് വയസ്സായി, ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ പല മരുന്ന് മേടിക്കാനോ വല്ലതൊക്കെ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതിന് വേണ്ടി ഞങ്ങൾ ഇട്ട കാശാ. ഇപ്പൊ അവരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ സമ്മതിക്കുക? നിയന്ത്രണങ്ങൾ ജൂലൈ 30 വരെ നീട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും നിലവിലെ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനുമായ MP ജാക്സൺ ആയിരുന്നു ബാങ്കിന്റെ പ്രസിഡന്റ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പലർക്കും വായ്പകൾ നൽകിയതോടെ ബാങ്ക് പ്രതിസന്ധിയിലാവുകയായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ.